ശാസ്ത്രം ഉത്തരം നൽകാനാവാത്തതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഞങ്ങൾ ശാസ്ത്രകാരന്മാരുടെ വലിയ ആധികാരികമായ ലേഖനങ്ങൾ പറയാം, ഞങ്ങൾ ഉത്തരം നൽകിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി വിവരിക്കാൻ ദ്രവ്യത്തിൻ്റെ 4 സ്വാഭാവിക അവസ്ഥകൾ പര്യാപ്തമല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? 4 എണ്ണത്തിലും പെടുത്താൻ തീയെ പറ്റില്ല. അള്ളാഹ് ചോദിക്കുകയാണ്, തീയെ കണ്ടോ? തീയെ കണ്ടുവോ നിങ്ങൾ? ലാബിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഘട്ടങ്ങളുടെ ബാഹുല്യം വിശദീകരിക്കാൻ നിരവധി ദ്രവ്യത്തിൻ്റെ ആധുനികാവസ്ഥകൾ കൊണ്ടുവന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് നന്നായി അറിയാം. ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ ഇത് നന്നായി അറിയാം. എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളോട് ഒന്നിനോടും ചേരാത്ത പരലോകത്തെ നരകത്തിൻ്റെ ഒരംശമാണ് തീ. നരകത്തീയുടെ 70% തീ. എന്നിട്ട് വളുരിബത്ത് ഫിൽ ബഹരി മറത്തൈനി, ആ തീയെ അതേ ജ്വാലയോടും തീഷ്ണതയോടും കൂടി ഭൂമിയിലേക്ക് അല്ലാഹു തആല വെച്ചിരുന്നെങ്കിൽ, ഭൂമിയിൽ അള്ളാഹു വെച്ചിരുന്നെങ്കിൽ അത് താങ്ങാൻ ഭൂമിക്കാകുമായിരുന്നില്ല, നമുക്കത് ഉപയോഗയോഗ്യമാകുമായിരുന്നില്ല. അത് സയൻസ് ആർട്ടിക്കിളുകളും അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ 2 പ്രാവശ്യം മുക്കി ആഴ്ത്തി അതിൻ്റെ ചൂട് ശമിപ്പിച്ചു. വലൗലാ ദാലിക മാ ജഅലല്ലാഹു ഫീഹാ മൻഫഅതൻ ലിഅഹദിൻ, ആർക്കും അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇവിടെ പറയപ്പെടുമ്പോൾ, ഈ തീ എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ക് അതീതമായ ഒരു വസ്തുവാണ് എന്നും അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് പടച്ചവൻ്റെ അനുഗ്രഹമാണ്. നഹ്നു ജഅൽനാഹാ തദ്കിറ, അത് നിങ്ങൾക്കൊരു ചിന്താ വിഷയമാക്കി തന്നിരിക്കുക. തീയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മോട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി വിശ്വാസ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ അവൻ പൂർണ്ണനാകണമെങ്കിൽ, ഒരു വിശ്വാസി എന്ന നിലയിലുള്ള അവൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് അവനൊരു ഉത്തമനായ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് വരണമെങ്കിൽ, ഒരു വിശ്വാസിക്ക് ഏറ്റവും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മകളാണ്. പടച്ചതമ്പുരാൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഓരോ നിമിഷവും മനുഷ്യനവൻ്റെ ചിന്തകളൂന്നി ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ ദൗത്യത്തെ വിജയകരമായി സാക്ഷാത്കരിക്കാനാവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുന്നത്. ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഒരല്പമെങ്കിലും ചിന്തിക്കാത്ത ഒരു ദിവസം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ പാടുള്ളതല്ല. കാരണം ആ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി പ്രവർത്തന രംഗത്ത്, കർമ്മരംഗത്ത് സജീവമാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിലൂടെ നമ്മളോട് ചോദിക്കുന്ന ചില അർത്ഥവത്തായ ചോദ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മോട് ആദ്യമായി ചോദിച്ചത്, അള്ളാഹു നാളെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുവാനും അവിടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരമായി തിരിക്കപ്പെടുന്ന മനുഷ്യരെ വ്യത്യസ്തമായ രൂപത്തിൽ അവരെ പരിചരിക്കുവാനുമൊക്കെ അള്ളാഹുവിന് കഴിയും. അതിനാവശ്യമായ ഒരു ലോകം പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അത് വിശ്വാസം വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളോട് അള്ളാഹു ഉന്നയിച്ച ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയുണ്ടായി. അള്ളാഹു നമ്മോട് ചോദിച്ചുവല്ലോ, നിങ്ങൾ വിസർജിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളുന്ന ബീജകണികകൾ നിങ്ങൾ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിച്ചിട്ടുണ്ടോ? അതിനെ സൃഷ്ടിച്ച് അത്ഭുതകരമായ രൂപത്തിൽ വളർത്തി വലുതാക്കുന്നത് നിങ്ങളാണോ അത് നാമാണോ? അതിൻ്റെ ജീവിതത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് അഥവാ മരണം വിധിക്കുന്നത് നാമാണോ നിങ്ങളാണോ? അതെല്ലാം ആ കണ്ണുകൊണ്ടുപോലും നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും കാണാനാവാത്തതും ഒരു പ്രാവശ്യം പുറത്തേക്ക് വമിക്കുമ്പോൾ മാത്രം 10 കോടിയിലധികം ബീജങ്ങളുമായി, ബീജകണങ്ങളുമായി വെളിയിൽ വരുന്ന ആ ഒരു മിശ്രിതത്തിൽ നിന്ന് നിങ്ങൾക്ക്
അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുസ് പ്രോഗ്രാം ചെയ്തു വെച്ചത് ആരാണ് എന്നൊക്കെ അള്ളാഹു ചോദിച്ചതായിരുന്നു ആദ്യത്തെ ചോദ്യം. നിങ്ങളാണോ സൃഷ്ടിച്ചത്, അതോ നാമാണോ? നിങ്ങളാണോ അതിന് മരണം വിധിച്ചത്? ആ മരണനിശ്ചിത സമയത്തെ മറികടന്നു പോകാൻ നിങ്ങൾക്കാകുമോ? മരണത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ എന്ന് അള്ളാഹു പറയുകയാണ്. ഒമാ നഹ്നു ബിമസ്ബൂഖീൻ. അതിനുശേഷം നിങ്ങളെ അതുപോലൊന്നായി സൃഷ്ടിക്കാനും അലാ അൻ നുബദ്ദില അംസാലക്കും, അതിൻ്റെ അംസാലുകളായി നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. അള്ളാഹു നമ്മൾ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്നത് ഇഷ്ടിക കൊണ്ടെന്ന പോലെ അള്ളാഹു നമ്മളെയും കുറേ ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടികകളെന്ന് പറഞ്ഞാൽ സെല്ലുകളാണ്, കോശങ്ങളാണ്. നമ്മുടെ എല്ലാം ശരീരത്തിൽ അള്ളാഹു കുറേ ഇഷ്ടികകൾ പാകി നമ്മൾ സൃഷ്ടിക്കുകയും ആ ഇഷ്ടികകളെ കാലോചിതമായി അള്ളാഹു നവീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. നവീകരണം എന്ന് പറയുന്നത് ഈ ലോകത്ത് നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ നാം അറിയാതെ തന്നെ സ്വയം അതിൻ്റെ സെല്ലുകളെ നവീകരിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ, ആ നവീകരണത്തിന് നാം അറിയാതെ നാം വിധേയരായിക്കൊണ്ടിരുന്നില്ലെങ്കിൽ തീർച്ചയായും നാം എല്ലാം നേരത്തെ ഇല്ലാതായിപ്പോയേനെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നവീകരണ പ്രക്രിയ ബാഹ്യ ശരീരത്തിൽ പടച്ച തമ്പുരാൻ നടത്തിക്കൊണ്ടുമിരിക്കുകയാണ്. ഇത് പറയുന്ന സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, പടച്ച തമ്പുരാൻ നമ്മെ ഈ ലോകത്തെ എല്ലാത്തിനെയും നവീകരിക്കണം എന്ന് പടച്ച തമ്പുരാൻ, ഈ പ്രകൃതിയുടെ ഒരു പൊതു നിയമമാണത്. നമ്മുടെ വസ്ത്രങ്ങൾ അഴുക്ക് പിടിക്കുമ്പോൾ നാം അതിനെ നവീകരിക്കാറുണ്ട്, അല്ലേ? അശുദ്ധിയായ അഴുക്കായ വസ്ത്രങ്ങളെ നവീകരിച്ചാണ് നാം പിന്നെ ഉപയോഗിക്കുക. നവീകരണമില്ല എങ്കിൽ ആ വസ്ത്രങ്ങൾ നമുക്ക് എത്രമാത്രം ദോഷകരമായി ഭവിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ അഴുക്ക് പിടിക്കുമ്പോൾ നാം ഡെയിലി അടിച്ച് തെളിക്കാറുണ്ട്, ശുചീകരിക്കാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. നവീകരണം നടന്നില്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ സ്ഥിതി എന്താണ്? നവീകരണം നടന്നില്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളുടെ സ്ഥിതി എന്താണ്? നവീകരണം നടന്നില്ലെങ്കിൽ നിരന്തരം ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനങ്ങളുടെ സ്ഥിതി എന്താണ്? എല്ലാത്തിനും ഈ ലോകത്ത് നവീകരണം അനിവാര്യമാണ്. ആ നവീകരണത്തിലൂടെയാണ് ലോകം പോകുന്നത്. അതുപോലെ തന്നെ പഴകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെയും പിടിച്ചു നിർത്തി പോകാൻ ഒരു നവീകരണ പ്രക്രിയയുടെ ആവശ്യമുണ്ട്. ആ നവീകരണത്തിന് നാം നിങ്ങളെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഘടകം പോലും ഇപ്പോൾ ഇന്ന് ഈ പള്ളിയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലില്ല. നാം എല്ലാം പുതിയ മനുഷ്യരാണ്. ജനിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു സെല്ല് പോലും നമ്മളിൽ ഇന്ന് ബാക്കിയില്ല. ആ സെല്ലുകളെല്ലാം പുതിയ സെല്ലുകളുടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നവീകരണ പ്രക്രിയ അത്ഭുതകരമായി പ്രകൃതിയിൽ നടക്കുകയാണ്. അള്ളാഹു ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, അലാ അന്നുബദ്ദില, നമുക്ക് ഈ ബീജകണങ്ങളിൽ നിന്ന്, ഈ സെല്ലുകളിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനും അതിൽ നിങ്ങളുടെ ആയുസ് കൃത്യമായ നിലയിൽ പ്രോഗ്രാം ചെയ്തു വയ്ക്കാനും ഇത്രയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ അലാ അന്നുബദ്ദില അംസാലക്കും, നിങ്ങളുടെ സാമ്പിളുകളെ പുനഃസൃഷ്ടിക്കാനും നമുക്ക് കഴിയുകയില്ലേ? വനുൻഷിയക്കും ഫീമാല താലമുൻ, നിങ്ങൾ അറിയാത്ത മറ്റൊരു രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് നിങ്ങളെ പുനഃസൃഷ്ടി നടത്താനും നമുക്ക് കഴിയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സൃഷ്ടി പരിപാടികളും പദ്ധതികളും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിയായികയോട് ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ മനുഷ്യൻ, നമ്മുടെ ശരീരം തന്നെ ഏതെല്ലാം തരത്തിലുള്ള അത്ഭുതകരമായ സൃഷ്ടിയുടെ നവീകരണങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന്, അതുപോലെ തന്നെ സൃഷ്ടിക്ക് ആധാരമായി അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളും കണികകളും ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായ നിലയിൽ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരു ലോകത്ത് നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പടച്ചവന് ഇനി ഞാനൊന്ന് മരിച്ച് മണ്ണിൽ എൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങൾ അലിഞ്ഞങ്ങ് പോയാലും അവിടെ പുനഃസൃഷ്ടി നടത്താൻ നമുക്ക് അള്ളാഹുവിന് കഴിയുകയില്ലെന്ന് വിചാരിക്കാനാകുമോ? അള്ളാഹു പറയുന്നത് അതാണ്. ഇതാണ് ഇവിടുത്തെ ചിന്താവിഷയം. അപ്പോൾ സഹോദരങ്ങളെ,
ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചാൽ പിന്നെ അള്ളാഹു നമ്മളെ പുനഃസൃഷ്ടിക്കുന്നത് ഇതേ ബോഡി ആയിരിക്കില്ല. അല അനുബദ്ദിലക്കും, നിങ്ങളെ പുനഃസൃഷ്ടിക്കാൻ എന്നല്ല, അംസാലക്കും, നിങ്ങളുടെ സാമ്പിളുകളെ. ഇതിൽ നിന്ന് അള്ളാഹു നിങ്ങളെപ്പോലുള്ളതിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മെപ്പോലുള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടും സൃഷ്ടിച്ചു. അംസാൽ, ഇതിൻ്റെ സാമ്പിളുകളെ സൃഷ്ടിക്കാൻ പടച്ചവന് കഴിയില്ലേ? അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിക്കണം നമുക്ക്. ഇത്തരം ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിന്നിലൊരു പടച്ചവനുണ്ട് എന്ന തീർപ്പിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആരുമില്ലാതെയൊന്നും ഇത് സംഭവിക്കുകയില്ലെന്ന് നാം അറിയുന്നത്. എന്നിട്ടാണ് അള്ളാഹു ചോദിച്ചത്, വലഖദ് അലിംതും നശ്അത്തൽ ഊലാ, നിങ്ങളുടെ ആദ്യത്തെ സൃഷ്ടി നിങ്ങൾക്കറിയാമല്ലോ, ഫലൗലാ തദക്കറൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തു? എന്നിട്ട് അള്ളാഹു ചോദിച്ചു, അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ കൃഷി നടത്തുന്നതിനെക്കുറിച്ച്. ഞാനത് വിശദീകരിച്ചിരുന്നു. കൃഷി ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള അത്ഭുതകരമായ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ അത്ഭുതങ്ങൾ. ഒരു ബീജം എങ്ങനെയാണോ മാതാവിൻ്റെ ഉദരത്തിൽ പൊട്ടി വളരുന്നത്, എന്നിട്ടത് വികസിക്കുന്നത്, വലിയ വ്യക്തിത്വമാകുന്നത്, അതുപോലെ തന്നെ ഒരു പ്രവർത്തനം മണ്ണിൽ നടക്കുന്നു. അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. വെറും മണ്ണ്, മൃതമെന്ന് നാം പറയുന്ന, ജീവനില്ലാത്തതെന്ന് നാം പറയുന്ന ഒരു മണ്ണാണ്. ആ മണ്ണിൽ പക്ഷേ നടക്കുന്ന അത്ഭുതകരമായ പ്രജനനത്തിൻ്റെ പ്രക്രിയകൾ എത്ര അത്ഭുതകരമാണ്. ഒരു മാങ്ങയുടെ അണ്ടി നാം കുഴിച്ചു വയ്ക്കുമ്പോൾ അത് നമ്മുടെ ആ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചു വെച്ചാൽ അതിൽ നിന്ന് വളർന്ന് വികസിക്കുന്ന, വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു മരമുണ്ടല്ലോ, ആ മരം എത്രയെത്ര മാങ്ങകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ആ മരമായി മാറാൻ പറ്റുന്ന എത്ര മാങ്ങാണ്ടികളാണ് രൂപപ്പെടുന്നത്. അതൊക്കെ ഈ ലോകത്ത് വീണ്ടും കുഴിച്ചു വെച്ചാൽ കേവലം ഒരു മാങ്ങയിൽ നിന്നൊരു മാങ്ങാണ്ടിയിൽ നിന്ന്, അല്ലേ, അത് പിന്നെ വളർന്ന് 10,000-കണക്കിന് മാങ്ങകളെ, നമ്മുടെ മുറ്റത്ത് നല്ല മാങ്ങയുണ്ട്, ആ മാങ്ങ ഒരു മാവ് എത്രയെത്ര മാങ്ങകളെ ഇതിനകം നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. 1000-കണക്കിന്, ഇനി അത് ജീവിക്കുന്നിടത്തോളം കാലം ലക്ഷക്കണക്കിന് മാങ്ങ ഒരു മാവ് ആ ഓരോ മാവിൻ്റെ ഉള്ളിലും അതിൻ്റെ കാമ്പായി സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ആ മർമ്മത്തിൽ വീണ്ടും അതുപോലത്തെ ഒരു മാവ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഒരു ചെറിയ വസ്തുവിൻ്റെ നിരന്തരമായ ചിരന്തനാവർത്തിതമായ ഉൽപ്പാദനശേഷി എത്ര അതിശയകരമാണ്. നിങ്ങൾ എന്ത് കണ്ടു? സൃഷ്ടിക്കാനും ഉൽപ്പാദിപ്പിക്കാനുമുള്ള എൻ്റെ ശേഷിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിച്ചു? അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ ആണോ കൃഷിയെ വളർത്തുന്നത്? അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, ആ കൃഷിയെ വളർത്തുന്നത് നാമാണോ അതോ നിങ്ങളാണോ? എന്തെങ്കിലും റോളുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും റോളുണ്ടോ? ആ മണ്ണിലേക്ക് വിത്തിടുന്നതിനപ്പുറത്തൊരു റോളുമില്ലാത്ത നിങ്ങൾക്ക് എന്തെല്ലാമാണ് നാം അതിൽ നിന്ന് സമ്മാനിക്കുന്നത്? നിങ്ങൾക്ക് രുചി വൈവിധ്യം സമ്മാനിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന്, പോഷണത്തിന് ആവശ്യമായ ഒരു ഡെഫിഷ്യൻസിയും വരാതിരിക്കാൻ ആവശ്യമായ വിധത്തിൽ വിവിധങ്ങളായ, വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ രുചികളിലുള്ള, വിവിധ പോഷകങ്ങളുള്ള പല പദാർത്ഥങ്ങളെ, ധാന്യങ്ങളെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് അന്നം ഭുജിച്ച് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് ലോകത്തിന് നൽകാനുള്ളത്? ഇതെങ്ങനെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഈ ഓരോ വിഷയങ്ങളും എത്രമാത്രം മനുഷ്യൻ വളർന്നാലും, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ് എന്ന് പറഞ്ഞു തരാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെയാണ് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. ഒരു വളർച്ചയിലും പറയാൻ പറ്റില്ല. എത്ര വളർന്നാലും അതിങ്ങനെയൊക്കെ വളരുന്നുണ്ടെന്ന് പറയാനല്ലാതെ അതിനെ വളർത്തുന്നതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് ഇങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്തത് എന്ന് പറഞ്ഞു തരാൻ ആർക്കും പറ്റില്ല. ചിലരൊക്കെ പറയും താനേ എന്ന്. താനേ എന്നതൊരു ഉത്തരമേ അല്ല. ഈ ലോകത്ത് നാം കാണാത്ത പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, പ്രോഗ്രാംഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ, പദാർത്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടെത്തിയതുകൊണ്ട് ലോകത്ത് അതിൻ്റെ പ്രവർത്തന വശങ്ങളെല്ലാം ഞങ്ങൾ കണ്ടെത്തി, മനുഷ്യനെല്ലാം കണ്ടെത്തി. അതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പങ്ക്, അവിടെ റോളില്ല.
എന്ന് പറയുന്ന നിഷേധികളോട് അള്ളാഹു ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നിങ്ങൾ കണ്ടെത്തി എന്നതുകൊണ്ട് എന്താകാനാണ്? ഇപ്പോൾ ഓടുന്ന ഒരു കാറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊരാൾ കണ്ടെത്തി എന്നതുകൊണ്ട് ആ കാറിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ച ഒരു ശക്തി അതിൻ്റെ പിന്നിലില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റിമോട്ടിൽ ഓടുന്ന കാറുണ്ട് അല്ലേ? റിമോട്ടിൽ ഓടുന്ന കാറ്, റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള കാറുകളെന്നല്ല, ഡ്രോൺ വിമാനങ്ങളുണ്ട് ആകാശസീമകളിലൂടെ. ഒരാൾ ആ ഡ്രോൺ വിമാനം പറക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ പിന്നിലൊരു പൈലറ്റ് ഇല്ല, അതിൻ്റെ ഉള്ളിലൊരു ഡ്രൈവറില്ല, അങ്ങനത്തെ ആ ഇത് കണ്ടിട്ട് ഒരാൾ അത് പ്രവർത്തിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ തുടർന്ന് അതിൻ്റെ മറ്റ് യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ആക്സിലേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്റ്റിക്കുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് റിമോട്ടിൽ നിയന്ത്രിക്കുന്ന ഒരു കാറിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയില്ലെന്നാണോ അതിനർത്ഥം? റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ച ഒരു ശക്തിയില്ലെന്നാണോ അതിനർത്ഥം? ഇതുപോലെയാണ് ഭൗമപ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഈ പ്രവർത്തന വശങ്ങളെ ഓരോന്നായി കണ്ടെത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സംഗതികളെ പ്രോഗ്രാം ചെയ്ത ഒരു ശക്തി അതിൻ്റെ പിന്നിലില്ലെന്ന് പറയുന്ന മൂഢന്മാരായി നമ്മൾ അധപ്പതിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തയെ ഉണർത്തുകയാണ്. ചിന്തിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. വേറൊരു ജീവിക്കും അല്ലാഹു അത് നൽകിയില്ല. അതിൻ്റെ സമ്മാനമാണ് ആ ചിന്തയിൽ നിന്ന് ശരി തെറ്റുകളെ തിരിച്ചറിയാൻ, എന്നിട്ട് നേരിനോടൊപ്പം നിൽക്കാൻ, തെറ്റിനെ വലിച്ചെറിയാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന നമ്മുടെ പ്രത്യേകമായ സിദ്ധിവിശേഷത്തെ നാം ഓരോരുത്തരും ശരിയായി ഉപയോഗിക്കുന്നതിൻ്റെ സമ്മാനമാണ് ഈ പരലോകമെന്ന് അള്ളാഹു പറയുകയാണ്. നിങ്ങൾ ഏറ്റവും ഉന്നതരായി സാബിഖ്യങ്ങളായി മാറുന്നത് നിങ്ങൾ അതിനെ എത്ര ഉപയോഗിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്, നിങ്ങൾ അസ്ഹാബുൽ യമീനായി മാറുന്നത്, ഭാഗ്യവാന്മാരായി രക്ഷപ്പെട്ടവരായി നിങ്ങൾ പരിണമിക്കുന്നത്. ഉന്നത വിധാനങ്ങളിലൊന്നും നിങ്ങൾ എത്തുന്നില്ല. അവിടെ നിങ്ങൾ തൽക്കാലം ഒന്ന് കടന്നുകൂടുന്നവരായി നിങ്ങൾ മാറുന്നത് അത് നിങ്ങളുടെ കർമ്മങ്ങളെ ആധാരമാക്കിയാണ്. എന്നാൽ നിങ്ങൾ അമ്പേ പരാജിതരായി അസ്ഹാബു ഷിമാലായി മാറുന്നതും ഈ ചിന്തകളെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മം കരുപിടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ചിന്തകൾ പോലും നിങ്ങൾക്കില്ലെങ്കിൽ എല്ലാം താനേ ഉണ്ടായി, ഞാനും താനേ ഉണ്ടായി, എൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങളും കണികകളും ഒക്കെ ഞങ്ങൾ ഇന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കി എന്നാണോ? കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ പരാജയമല്ലേ സഹോദരങ്ങളെ? കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുവരെ കണ്ടുപിടിച്ചില്ലായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. തോൽവിയാണ് ഒരു കണ്ടുപിടുത്തം. അതുവരെയുള്ള മനുഷ്യൻ്റെ തോൽവിയെയാണ് തെളിയിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ വിജയത്തെ അല്ല. ഇതുവരെ അവനത് കണ്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? അങ്ങനല്ലേ? ഈ ഈ ഈ പള്ളിയുടെ അകത്തളത്തിൽ ഏതെങ്കിലും ഒരു സൂചി വീണുപോയി എന്ന് വിചാരിക്കുക. കുറേ പലരും തപ്പിയിട്ട് കണ്ടില്ല, ഒരാളതിങ്ങ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ആ തപ്പിയവർക്കൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നൊരു കുറവാണ്. ആ സൂചി അവിടെ ഉണ്ടായിരുന്നു. കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന വെറും വിഡ്ഢി പരീക്ഷകൾ അറിയണം. ഇതൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല, ഇപ്പം കണ്ടുപിടിച്ചു. കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ഇതുവരെയുള്ള പരാജയത്തിൻ്റെ അടയാളമാണ്. ഇത്രയിലേക്ക് എവിടെ എത്തിച്ചേരാൻ അവൻ വൈകി എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ചിന്തകൾ ഉണരേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അനുസരണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, ലൗനഷാ, ഞാനത് പറഞ്ഞതാണ്, വേണമെങ്കിൽ നമുക്ക് അതിന് വെറും കതിരാക്കി കളയാൻ അറിയാഞ്ഞിട്ടല്ല. എന്നിട്ട് അള്ളാഹു ചോദിച്ച അഫറൈത്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം കണ്ടില്ലയോ? ഞാൻ നിങ്ങളോടത് പറയുകയുണ്ടായി. വെള്ളത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ. വെള്ളമെന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ്റെ ഈ ഭൂമിയിലെ പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഞാൻ നിങ്ങളോടത് സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. വെള്ളത്തിൽ ആകെയുള്ള രണ്ടേ രണ്ട് പദാർത്ഥങ്ങളാണ് വളരെ കൃത്യമായി ഇന്നും നമുക്ക് നോക്കിയാൽ പരിശുദ്ധി. പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് കോമ്പൗണ്ട് ഈസ് 100 times the fraction. So for water the mass percent hydrogen is 11.11%. 11.1% ഹൈഡ്രജനും ആൻഡ് ദി മാസ് പെർസെൻറ്റ് ഓക്സിജൻ ഈസ് 88.89%. 88.89 ചേർന്നാൽ 100 ഈ വെള്ളത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. വെള്ളത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആർക്കാ പറ്റാത്ത? വെള്ളം കാണാത്ത ആരെങ്കിലും ഉണ്ടോ?
ഹൈഡ്രജൻ എന്ന കത്തുന്ന പദാർത്ഥവും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും അല്ലാതെ മൂന്നാമതൊരു ഘടകമില്ലെന്ന് 11.1 88.89 കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ? ഇത് രണ്ടും ചേർന്നാൽ എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിക ലോകത്തെ ചിന്തകളെ ചൂടുപിടിപ്പിച്ച് ഗവേഷണാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സൃഷ്ടിക്കാൻ മുസ്ലിം ലോകത്തെ പ്രാപ്തമാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നു, ആ വെള്ളത്തെ ഉപ്പ് ജലമാക്കാൻ ഉജാജ കഴിയാതിരിക്കുമായിരുന്നില്ലേ അള്ളാഹുവിന്? പക്ഷെ ഞാനതാക്കിയില്ലല്ലോ. നിങ്ങൾക്ക് നാം ചെയ്ത അനുഗ്രഹം നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും നിത്യോപയോഗത്തിന് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഈ ഏറ്റവും വലിയ പ്രകൃതിയിലെ അത്ഭുതങ്ങളെ നാം പലപ്പോഴും കാണാതെ പോവുകയും കണ്ണടയ്ക്കുകയുമാണ്. എന്നിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു സംഗതികളെ മാത്രം എന്തോ വലുതാക്കി നാം കണ്ടുപിടിച്ച വസ്തുക്കളൊക്കെ വലുതായി കാണുകയും നമ്മുടെ ഒരിടപെടലുമില്ലാതെ പടച്ചതമ്പുരാൻ നമുക്ക് തന്നതിനെ നാം നിസ്സാരമായി കാണുകയുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുന്നാറല്ലദീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന അഗ്നി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ ചോദ്യം? അഗ്നി കണ്ടിട്ടുണ്ടോ? അഗ്നി കാണാത്ത വല്ലവരുണ്ടോ? പക്ഷേ അഗ്നി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം എന്ന് പറയുന്നത് പ്രകൃതിക്ക് വ്യാഖ്യാനിക്കാനാവാത്ത പ്രതിഭാസമാണ്. വെള്ളമുണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കണ്ടന്റുകൾ, അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിച്ചാലും അത് വെള്ളമാകുന്നതിൻ്റെ ന്യായം പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഞാൻ പല ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സാധനം വെള്ളമാകുന്നതെന്ന്. അതിനൊരു ഉത്തരം ശാസ്ത്രത്തിനില്ല. വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? ഇനി അള്ളാഹു അടുത്ത ചോദ്യം ചോദിക്കുന്നത്, തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? തീ എന്താണ് എന്ന് പോലും ഇന്ന് ലോകത്തിനറിയില്ല. ദി ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്? ഈ തീയുടെ യഥാർത്ഥത്തിലുള്ള അടിത്തറ എന്താണ്? ദ്രവത്തിൻ്റെ ഏത് രൂപത്തിലാണ് തീ സ്ഥിതി ചെയ്യുന്നത്? ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ദ്രവത്തിൻ്റെ 4 രൂപങ്ങളാണ്. ഒന്ന് വാതകം, ഒന്ന് ദ്രാവകം, ഒന്ന് ഖരം, പിന്നൊന്ന് പ്ലാസ്മ ഉണ്ട് എന്ന് പുതിയ കണ്ടുപിടുത്തം. ഈ 4ലും തീ വരുന്നില്ല എന്ന് വളരെ കൃത്യമായ നിലയിൽ നാം പരിശോധിച്ചു നോക്കൂ. ഇൻഫാക്റ്റ് സം വെരി ഹോട്ട് ഫ്ലെയിംസ് വളരെ കൃത്യമായി പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും തീ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പദാർത്ഥമായി വിശദീകരിക്കാൻ പോലും കഴിയുകയില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ വാതകമെന്ന് പറയാൻ കഴിയില്ല, ദ്രാവകമെന്ന് പറയാൻ കഴിയില്ല, ഖരം എന്ന് പറയാൻ കഴിയില്ല, പ്ലാസ്മ എന്നും പറയില്ല. അഗ്നി എന്താണ്? അള്ളാഹു ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദി നാറല്ലതി തൂറൂൻ, അതിന് അഗ്നി എന്താണ്? ശാസ്ത്ര ലേഖനം കൃത്യമായി ചോദിക്കുന്നു. എന്ന നമ്മുടെ ആദിമ മനുഷ്യൻ്റെ ചോദ്യത്തിന് ഞങ്ങൾ ഇപ്പോഴും ശരിയായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും ശാസ്ത്രം ഉത്തരം നൽകാനാവാത്തതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഞങ്ങൾ ശാസ്ത്രകാരന്മാരുടെ വലിയ ആധികാരികമായ ലേഖനങ്ങൾ പറയാൻ ഞങ്ങൾ ഉത്തരം നൽകിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി വിവരിക്കാൻ ദ്രവ്യത്തിൻ്റെ 4 സ്വാഭാവിക അവസ്ഥകൾ പര്യാപ്തമല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? 4 എണ്ണത്തിലും പെടുത്താൻ തീയെ പറ്റില്ല. അള്ളാഹ് ചോദിക്കുകയാണ്, തീയെ കണ്ടോ? തീയെ കണ്ടുവോ നിങ്ങൾ? ലാബിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഘട്ടങ്ങളുടെ ബാഹുല്യം വിശദീകരിക്കാൻ നിരവധി ദ്രവ്യത്തിൻ്റെ ആധുനികാവസ്ഥകൾ കൊണ്ടുവന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് നന്നായി അറിയാം. ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ ഇത് നന്നായി അറിയാം. എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി, ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം. നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളോട് ഒന്നിനോടും ചേരാത്ത പരലോകത്തെ നരകത്തിൻ്റെ ഒരംശമാണ് തീ. നരകത്തീയുടെ 70% തീ. എന്നിട്ട് വളുരിബത്ത് ഫിൽ ബഹരി മറത്തൈനി, ആ തീയെ അതേ ജ്വാലയോടും തീഷ്ണതയോടും കൂടി ഭൂമിയിലേക്ക് അല്ലാഹു തആല വെച്ചിരുന്നെങ്കിൽ അത് താങ്ങാൻ ഭൂമിക്കാകുമായിരുന്നില്ല, നമുക്കത് ഉപയോഗയോഗ്യമാകുമായിരുന്നില്ല. അത് സയൻസ് ആർട്ടിക്കിളുകളും അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ 2 പ്രാവശ്യം മുക്കി ആഴ്ത്തി അതിൻ്റെ ചൂട് ശമിപ്പിച്ചു. വലൗലാ ദാലിക മാ ജഅലല്ലാഹു ഫീഹാ മൻഫഅതൻ ലിഅഹദിൻ, ആർക്കും അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇവിടെ പറയപ്പെടുമ്പോൾ നോക്ക്,
ഈ തീ എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ക് അതീതമായ ഒരു വസ്തുവാണ് എന്നും അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് പടച്ചവൻ്റെ അനുഗ്രഹമാണ്. നഹ്നു ജഅൽനാഹ തദ്കിറ, അത് നിങ്ങൾക്കൊരു ചിന്താ വിഷയമാക്കി തന്നിരിക്കുക. തീയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹ് പറയുന്ന എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതാൻ പറയുന്ന ഈ സമുദായം തീയിലെ അത്ഭുതത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? തീയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടെന്ന് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്ത് ചിന്തകളിലാണ് നാം ഓരോരുത്തരും ഇപ്പോഴും അഭിരമിക്കുന്നത് എന്നാലോചിക്കണം. അള്ളാഹു പറയുന്നു നഹ്നു ജഅൽനാഹ തദ്കിറ, അതൊരു ചിന്താ വിഷയമായി നിങ്ങളുടെ മുമ്പിൽ നാം തരികയാണ്. ഓ മത്താലിൽ, അവിടെയാണ് പറഞ്ഞത് അഗ്നി എന്താണെന്ന് ആദിമ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നും ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ തുറന്നു പറയുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചത്. അള്ളാഹു പറയാം തദ്കിറ, അത് നിങ്ങളുടെ ഒരു ചിന്താ വിഷയമായിരിക്കട്ടെ. പ്രകൃതിയിൽ പദാർത്ഥത്തിൻ്റെ 4 പ്രതിഭാസങ്ങളിലും അത് വരുന്നില്ലെന്നുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. അത് എയറിൽ, ഗ്യാസിൽ വരുന്നില്ല, അത് വാട്ടറിൽ വരുന്നില്ല, ദ്രവത്തിൽ വരുന്നില്ല, അതുപോലെ തന്നെ മാസിൽ വരുന്നില്ല എന്ന് എന്തുകൊണ്ട് എന്ന് കൃത്യമായി ശാസ്ത്രം തെളിയിക്കുന്നുണ്ട്. പ്ലാസ്മയിലും അത് വരുന്നില്ല. അള്ളാഹു പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് നഹ്നു ജഅൽനാ തദ്കിറ വമത്താഅൻ ലിൽ മുഖ്വീൻ, ആവശ്യക്കാർക്ക് പടച്ച തമ്പുരാൻ അത് വലിയ ഒരു ഒരു ആവശ്യോപാധിയും ആക്കി വെച്ചിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ അതിനെ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നെടുത്ത് പ്രകൃതിയിൽ നിക്ഷേപിച്ചതാണ്. ഏതിൽ നിക്ഷേപിച്ചു? അള്ളാഹു അത് തബ്ഖ്, പാചകം ചെയ്യാൻ, അതുപോലെ തന്നെ കരിക്കാനും പൊരിക്കാനും വലിളാഅത്തി, വെളിച്ചം കാണാനും ഒക്കെയായി പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ച് തന്നതാണ്. എന്നിട്ട് സുമ്മ മിൻ ലുത്ഫില്ലാഹി തആല അൻ ഔദഅഹാ ഫിൽ അഹ്ജാർ, അതിനെ കല്ലുകളിൽ അല്ലാഹു തആല ഒതുക്കി വെച്ചു. വഖാലിസിൽ ഹദീദ് വൽ അഹ്ജാരി വൽ അഷ്ജാർ, കല്ലുകളിലും വൃക്ഷങ്ങളിലും അള്ളാഹു അതിനെ ഒതുക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക വൃക്ഷങ്ങളുടെ ചില്ലകൾ കൂട്ടിത്തിരുമ്മിയാൽ പൂർവ്വകാലത്തും തീ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് തീ കത്തിച്ചിരുന്നത്. കല്ലുകളുടെ ഘർഷണം കൊണ്ടുണ്ടാകുന്ന, അതിൽ നിന്ന് പൊട്ടിച്ചിതറുന്ന തീ കൊണ്ടാണ് തീ കണ്ടെത്തി മനുഷ്യനവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ആ തീയെ നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു തആല ലഘൂകരിച്ച് ഈ ഭൂമിയിൽ ചില പദാർത്ഥങ്ങളിൽ നിക്ഷേപിച്ച ആ തീയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാനാകുമായിരുന്നോ? ഇതൊരു ചിന്താ വിഷയമാണ് തീ. തീ ഒരു ചിന്താ വിഷയമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തദ്കിറ വമത്താഅൻ ലിൽ മുഖ്വീൻ, പടച്ച തമ്പുരാൻ്റെ വലിയ അനുഗ്രഹമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തസ്ബീഹ് ചെയ്യുക. നിങ്ങളുടെ റബ്ബിൻ്റെ നാഥൻ്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തിപ്പാടുക. അള്ളാഹുവിന് സുബ്ഹാനക പറയുക. സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നത് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ഉലയ്ക്കുമ്പോഴാകണം. പടച്ച തമ്പുരാനെ, നീ തന്ന എത്ര വലിയ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് അള്ളാഹ് ഞങ്ങൾ എന്നോർത്തുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കാതെയും അള്ളാഹുവിനെ ധിക്കരിക്കാതെയും അള്ളാഹുവിന് വണങ്ങിയും വഴിപ്പെട്ടും വെള്ളം കുടിക്കുമ്പോൾ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏതൊരനുഗ്രഹങ്ങൾ എടുത്തുപയോഗിക്കുമ്പോഴും അവിടെയൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഓർമ്മകൾ, ദിക്റുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ നാളുകളും നവീകരിക്കപ്പെടേണ്ടവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം നവീകരിക്കപ്പെടുന്നുണ്ട്. പ്രകൃതിയിലെല്ലാം അല്ലാഹ് അത് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലും നവീകരണം. ഇനി നവീകരണം ആവശ്യമുള്ള മറ്റൊരു മേഖല ഏതാണെന്നറിയോ? നമ്മുടെ മനസ്സാണ്. മനസ്സിനൊരു നവീകരണം വേണം. എല്ലാത്തിനും നവീകരണം വേണം. വസ്ത്രത്തിന് നവീകരണം വേണം, വണ്ടിക്ക് വേണം, വാഹനത്തിന് വേണം, അതുപോലെ തന്നെ നമ്മുടെ വീടിന് വേണം, നമ്മുടെ എല്ലാത്തിനും ബോഡിക്ക് നവീകരണം വേണം. അള്ളാഹ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സിനൊരു നവീകരണം വേണം. അത് കറ പിടിച്ചുകൊണ്ടിരിക്കുക. ആരേലും നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കുന്നവൻ, വീട് തൂത്തുവാരാൻ വേണ്ടി വേലക്കാരിയെ നിർത്തി വൃത്തിയാക്കുന്നവൻ, വസ്ത്രങ്ങൾ അലക്കാൻ കൊടുക്കുന്നവൻ, ശരീരം നാം അറിയാതെ നവീകരിക്കപ്പെടുന്നു എന്നറിയുന്നവൻ, എൻ്റെ മനസ്സെപ്പോഴെങ്കിലും മലിനീകരിക്കപ്പെടുന്നുണ്ടോ? കാലം ഇത്രയായി കടന്നു പോകുന്ന വഴിത്താരകളിൽ അത് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അത് മലിനീകരിക്കപ്പെടുന്നുണ്ടോ എന്നാലോചിക്കാതെ നാം മുന്നോട്ട് പോകരുത്. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅ, ഒരു മനുഷ്യൻ ഒരു പാപം തെറ്റ് ചെയ്യുമ്പോൾ നുക്കിത്തത്ത് ഫീ ഖൽബിഹി നുക്തത്തൻ സൗദ, അവൻ്റെ ഉള്ള് മലിനമാകുന്നുണ്ട്, ഒരു കറുത്ത പുള്ളി വീഴുന്നുണ്ട്. ഒരു പാപം ചെയ്യുമ്പോൾ കറുത്ത ഒരു പുള്ളി വീണവൻ്റെ മനസ്സ് മലിനമാകുന്നുണ്ട്.
ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് അവൻ പാപമോചനം തേടിയാൽ ആ കറുത്ത പാടവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നവീകരിക്കപ്പെടുന്നുണ്ടെന്ന് കാണുന്ന, എല്ലാം മാലിന്യത്തിന് വിധേയമാകുന്നുണ്ട്, അത് നവീകരിക്കണമെന്നറിയുന്ന നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മലിനീകരണവും അതിൻ്റെ നവീകരണത്തെക്കുറിച്ച് മാത്രമാണ് ബോധമില്ലാത്തത്. വൈൻ ആദ, വീണ്ടും ആ പാപത്തിലേക്ക് അവൻ മടങ്ങിയാലോ, സീദ ഫിഹ, ആ പുള്ളി കറുത്ത പാട് വീണ്ടും അതിൽ പെരുകും. ഹത്താ തഅലു ഖൽബു, അങ്ങനെ അവൻ്റെ ഹൃദയം പാടേ കറുത്തു പോകും. അങ്ങനെ മദ്യപാനം ശീലമാക്കിയാൽ, വ്യഭിചാരം ശീലമാക്കിയാൽ, അക്രമം ശീലമാക്കിയാൽ, കളവ് ശീലമാക്കിയാൽ ആ മനുഷ്യന് പിന്നെ അത് തെറ്റാണെന്ന ബോധം പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ അവൻ്റെ മനസ്സാകെ മൂടിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ വഹുവറാനുല്ലദീ ദക്കറല്ലാഹ്, അള്ളാഹു പറഞ്ഞ ഒരു കറയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ അവൻ്റെ മനസ്സിനെ കറ പിടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ റാനാണത്. അതുകൊണ്ട് ആ കറ കഴുകിക്കളയുക. സഹോദരങ്ങളെ, നവീകരണമില്ലാതെ ഈ പ്രകൃതിയിൽ ഒരു വസ്തുവും മുന്നോട്ട് പോകുന്നില്ല. അത് ശൂന്യമായിക്കൊണ്ടിരിക്കുക. എങ്കിൽ ഏറ്റവും കൂടുതൽ മലിനീകരണത്തിന് വിധേയമാകുന്ന നമ്മുടെ ആന്തരികമായ ഭാവമാണ് നമ്മുടെ മനസ്സ്. അതിനെ ഓരോ ദിവസവും നവീകരിക്കാൻ, അതിനാണ് നമസ്കാരം. അതിനാണ് എന്തിനാ 5 നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 5 നേരത്തെ നിസ്കാരം. നിങ്ങളൊരു ഫാക്ടറിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ വഴിയിൽ 5 നദികളുണ്ട്. ആ 5 നദിയിലും ഇറങ്ങി അവൻ ദേഹം കഴുകിയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് റസൂലുള്ളാഹി. ഇല്ല എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതുപോലെയാണ് നിസ്കാരം. 5 നേരം നമസ്കാരമാകുന്ന നദിയിലിറങ്ങി അവൻ്റെ മനസ്സിനെ കഴുകിയാണ് ഓരോ സത്യവിശ്വാസിയും അവൻ്റെ പാതിരാവിൽ ഉറങ്ങാൻ പോകുന്നത് എന്ന്. അങ്ങനെ കഴുകിക്കൊണ്ടിരുന്നെങ്കിലല്ലാതെ ഈ മനസ്സിൻ്റെ മാലിന്യം മാറൂല. അതാ പലരുടെയും മാലിന്യം മാറാത്തെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ മാലിന്യങ്ങളെ ദൂരീകരിക്കുന്ന ഈ ആത്മസംസ്കരണത്തിൻ്റെ ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതുമായി നമുക്ക് എപ്പോഴും ബന്ധപ്പെടണം. 5 നേരത്തെ നമസ്കാരക്കാരനായി മാറാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ ആത്മാവിനൊരു മലിനീകരണം നടക്കുന്നുണ്ടെന്നും അതിനൊരു പ്യൂരിഫിക്കേഷൻ വേണമെന്നും അംഗീകരിക്കുന്ന ബോധമുള്ള ഒരു മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു സംഗതിയാണ്. അല്ലാത്തവൻ വിചാരിക്കുക എനിക്കെന്താ കുറവ്, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയാണെന്ന് വിചാരിക്കുന്ന മൂഢത്തിലേക്ക് നാം എത്തിച്ചേരും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ നിത്യത, അതുപോലെ തന്നെ 1 മാസത്തെ നോമ്പിൻ്റെ കൃത്യത, അതിനുശേഷം കടന്നു വരുന്ന ഹജ്ജിൻ്റെ ആ നൈരന്തര്യം, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ ആത്മാവിനെ നാം അറിയാതെ എത്രമാത്രം മലീമസമായി കൊണ്ടിരിക്കുകയാണെന്ന് നാം ഒട്ടുമറിയുന്നില്ലാത്ത മനസ്സുകളെ അതിൻ്റെ പരിശുദ്ധിയിലേക്ക്, ജീവിത ലാളിത്യത്തിലേക്ക്, അതിൻ്റെ പ്രകൃതി വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് നമ്മുടെ ഹാജിമാർ. ഹജ്ജിനൊരുങ്ങുകയാണ്. പടച്ച തമ്പുരാൻ അവരുടെ ഹജ്ജ് എളുപ്പമാക്കുമാറാകട്ടെ. ഇത്തരം ത്യാഗപൂർണമായ പരിപാടികളോട് ഈ ലോകത്തൊരു വിശ്വാസി ബന്ധം സ്ഥാപിക്കുന്നത്, അതിൻ്റെ ശാരീരിക അധ്വാനം, സാമ്പത്തികമായ വ്യയം ഒന്നും അവനെ അലോസരപ്പെടുത്താത്തത് അവന് ഈ ബോധമുള്ളത് കൊണ്ടാണ്. എല്ലാത്തിനും വേണം ഒരു നവീകരണമെങ്കിൽ എൻ്റെ ആത്മാവാണ് ഏറ്റവും അധികം നവീകരണം ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിക്ക് ഇതെല്ലാം അനായാസമാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ഹാജിമാർ പുറപ്പെടുന്നവർ അള്ളാഹു അവരുടെ യാത്ര എളുപ്പമാക്കട്ടെ. പല ഹാജിമാരും കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞിരുന്നു ഹജ്ജിന് പുറപ്പെടുന്നുണ്ടെന്ന്. അള്ളാഹു അവരുടെ എല്ലാം ഹജ്ജ് യാത്രകൾ എളുപ്പമാക്കി അള്ളാഹു അവരെ എല്ലാവരെയും മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറകൾ നിർവഹിച്ച്, അതുപോലെ തന്നെ മർളിയായ സിയാറത്ത് നിർവഹിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുറൗള സന്ദർശിച്ച് അവിടുന്ന് സലാം പറഞ്ഞൊക്കെ വളരെ ആത്മസംതൃപ്തിയോടുകൂടിയും ആത്മസംസ്കരണത്തോടുകൂടിയും മടങ്ങിയെത്താൻ അള്ളാഹു നമുക്ക്, നമ്മുടെ ഹാജിമാർക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി നമ്മൾ ഉളഹിയ അറുത്തുകൊണ്ട് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ആ സംസ്കരണ പ്രക്രിയയിൽ ഭാഗമാക്കാൻ കഴിയുക എന്നതും ഒരു ചിന്താവിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് സൗകര്യം പോലെ പറയാം. ഒരു ഉളഹിയ നമ്മുടെ സംഘടിതമായി നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഒരു ഉളഹിയത്തിന് ഷെയർ ചേരാൻ ആഗ്രഹിക്കുന്നവർ 11,000 രൂപയാണ് നൽകേണ്ടതെന്ന് അറിയിച്ചിട്ടുണ്ട്. 11,000 രൂപ നൽകി ഈ പരിശുദ്ധമായ ഈ പ്രക്രിയയിൽ നമ്മൾ ഭാഗഭാക്കാകുക. ഇത് നമ്മുടെ ആത്മസംസ്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാം പടച്ച തമ്പുരാന് മുമ്പിൽ സമർപ്പണം ചെയ്തുകൊണ്ട് ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞിട്ട മഹാനായ ഖലീലുല്ലാഹിയുടെ
ആ പവിത്രമായ ഓർമ്മകൾ തുടിക്കുന്ന ഉളുഹിയത്തിൻ്റെ കർമ്മത്തിൽ നമുക്കെല്ലാവർക്കും ഭാഗം ചേരാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ.